ഹായ് എന്തൊക്കെയുണ്ട്? അപ്പോൾ നമ്മൾ ഇന്നലെ കാണിച്ച ചാമ്പയ്ക്ക് വെച്ചിട്ടുള്ളൊരു റെസിപ്പി ഞാൻ പറയാമെന്ന് പറഞ്ഞു. സോ അത് വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ടൊരു അച്ചാറാണ്. സോ നമുക്കതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് വെക്കണം. എന്നിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് മാറ്റി വെക്കണം. സൈഡിലോട്ട് നമ്മളത് മാറ്റി വെക്കണം കേട്ടോ. സോ ഈ ഒരു സൈസിലൊക്കെ നമ്മൾ മുറിച്ചാൽ മതിയാവും. എനിക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാറില്ല കുഞ്ഞുള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നോക്കാം കേട്ടോ, മാക്സിമം വീഡിയോസ് ഇടാൻ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ചട്ടി വെച്ചിട്ട് അതിലോട്ട് നമുക്ക് ലേശം എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് നമുക്ക് കടുക് കൂടി ഇട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട പൊടികളും കാര്യങ്ങളും നോക്കാം. ആദ്യം തന്നെ നമുക്ക് മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും. സോ നമ്മൾ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് മാറ്റി വെച്ച പൊടികൾ, പിന്നെ മഞ്ഞൾപ്പൊടി വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഞാൻ കുറച്ച് വളരെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. സോ നമ്മൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്തെല്ലാം ഗ്യാസ് ഒന്ന് സിമ്മിൽ ആക്കി വയ്ക്കണേ. എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്കൊരു വിനാഗിരി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. സോ ഞാനിവിടെ കുറച്ച് വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ അത്രയും മാത്രമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ആയി വരുമ്പോൾ നമ്മൾ ഉപ്പിട്ടെടുത്ത് വെച്ച് നമ്മൾ ചാമ്പയ്ക്ക് നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. സോ നമ്മുടെ സ്വാദിഷ്ടമായ അച്ചാർ ഇവിടെ തരണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഓൾ.